നമസ്കാരം. നമ്മുടെ പോളിടെക്നിക് ഡിപ്ലോമ ലെവലില് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് സാധാരണയായിട്ട് സെമസ്റ്റർ 3 അല്ലെ S3 പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിന്റെ കോഴ്സ് കോഡ് 3024 ആണ്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അതിലെ മൊഡ്യൂൾ 1 ഒന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 1 മൊഡ്യൂളിലായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയിലെ ബേസിക് ടേംസുകളാണ്. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ ടോപ്പിക് ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട്, EMF, റെസിസ്റ്റൻസ് മുതലായിട്ടുള്ള ബേസിക് ടേംസുകൾ നമുക്ക് പഠിക്കണം. പിന്നെ വരുന്നത് DC സർക്യൂട്ട്, ഇക്വലന്റ് സർക്യൂട്ട് കാണാനായിട്ട്, സീരീസ് പാരലൽ കോമ്പിനേഷൻ ഒക്കെ കാണാനായിട്ട്, പിന്നെ ഓംസ് ലോ വരും, ക്രിച്ചോസ് ലോ പ്രോബ്ലംസ് വരും, പിന്നെ ഫാരഡേയുടെ ലോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ. അങ്ങനെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം തന്നെ ഒരു ബേസിക് ലെവല് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പഠിക്കുന്ന അതേ ലെവലുള്ള ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. സോ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് അവർ കൂടുതലും മെക്കാനിക്കൽ ഭാഗങ്ങളാണ് പഠിക്കുക. പക്ഷെ നമുക്കിതൊരു ബോർഡ് എക്സാം ഉള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചങ്ങ് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക. അതായത് ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സങ്കല്പിക്കാം. സോ ഈ കമ്പാരിസൺ നമുക്ക് എന്താണ്, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് നമ്മളെ സഹായിക്കും. ഇവിടെ വാട്ടർ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വാട്ടർ സിസ്റ്റത്തിൽ വാട്ടർ ആണല്ലേ മെയിൻ ഘടകം. ഇവിടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഇലക്ട്രോൺസ് ആണ് മെയിൻ ഘടകം. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ മെയിൻ എന്താ പറയാ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ. അതുപോലെ വാട്ടർ സിസ്റ്റത്തിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ടിന് കാരണമാകുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ടിന് കാരണമാകുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു പ്രഷർ ഉണ്ട് അല്ലെ. ആ ഒരു പ്രഷർ, വാട്ടർ പ്രഷർ എന്ന് പറയും. ഇവിടെ നമുക്ക് പ്രഷർ നൽകുന്നത് ആരാണ്? വോൾട്ടേജ് ആണ്. EMF അഥവാ വോൾട്ടേജ് ആണ്. അതായത് നമ്മുടെ കണ്ടക്ടറിലൂടെയൊക്കെ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ആ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകാൻ സഹായിക്കുന്നത് ആരാണ്? വോൾട്ടേജ് ആണ് അഥവാ EMF ആണ്. പിന്നെ പൈപ്പ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വയറായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടക്ടർ. ഏതിലൂടെയാണോ കറണ്ട് ഒഴുകുന്നത് അത് നമുക്കറിയാം. കറണ്ട് ഒഴുകുന്ന അല്ലെങ്കിൽ കറണ്ടിനെ കടത്തിവിടുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കും. സോ ഇവിടെ കണ്ടക്ടറിൽ വാട്ടർ സിസ്റ്റത്തിൽ പൈപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വയറായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ആ പൈപ്പിന്, ഇപ്പം ഇങ്ങനെ പോകുന്ന ഒരു പൈപ്പിന് എവിടെയെങ്കിലും ഒരു മടക്ക് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവിടുത്തെ വാട്ടർ ഫ്ലോ കുറയും അല്ലെ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ റെസിസ്റ്റൻസും. കറണ്ട് ഒഴുകുന്ന ഒരു സിസ്റ്റത്തിൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം നേരിടുന്നത്, അതിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ വാട്ടർ പമ്പ്, ഈ വാട്ടർ പമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വെള്ളം ഈ ടാങ്കിലേക്ക് അടിക്കാൻ അല്ലെ, ടാങ്കിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രഷർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം അടിക്കണം അല്ലെ. ഇവിടെ നമ്മൾ വാട്ടർ പമ്പിന് പകരം നമ്മൾ ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബാറ്ററി അല്ലെങ്കിൽ ജനറേറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. വെള്ളത്തിൽ നമ്മൾ ഇലക്ട്രോൺസുമായിട്ട് ഉപമിക്കും. അതുപോലെ വാട്ടർ ഫ്ലോ ഇലക്ട്രിക് കറണ്ട് ആണെന്ന് മനസ്സിലാക്കുക. വാട്ടർ പ്രഷർ വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ EMF ആണ്. പിന്നെ പൈപ്പ് വയറാണ് ഇലക്ട്രിക് സിസ്റ്റത്തിൽ. നാരോ പൈപ്പ്, എന്താ പൈപ്പ് എവിടെയെങ്കിലും ഒന്ന് മടങ്ങി കഴിഞ്ഞാൽ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രിക് സിസ്റ്റത്തിൽ ആ റെസിസ്റ്റൻസ് ആണ് കറണ്ടിന്റെ ഫ്ലോയിനെ എതിർക്കുന്നത്. പിന്നെ വാട്ടർ പമ്പ് എന്താണ്? ഈ ടാങ്കിലേക്ക് വെള്ളം അടിക്കണ്ടേ. അപ്പം ആ സർക്യൂട്ടിലേക്ക് കറണ്ട് അല്ലെങ്കിൽ ഈ കറണ്ട് ആരാണ് ഫ്ലോ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആരാണ്? എനർജി സപ്ലൈ ചെയ്യുന്നത് ബാറ്ററി അല്ലെങ്കിൽ ജനറേറ്റർ ആണ്. അതാണ് വാട്ടർ പമ്പ് ആയിട്ടുള്ള സിമിലാരിറ്റി. സോ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ എന്താണ് ഇലക്ട്രിക് ചാർജ്? ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജ് എന്താണെന്നുള്ളതാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡാണ് Q. ഓക്കെ. ഇലക്ട്രിക് ചാർജ് ഈസ് ദി ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിസിറ്റി. ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം മാറ്റർ ആണ് അല്ലെ. വെള്ളം, നമ്മുടെ കയ്യിലിരിക്കുന്ന പേന, നമ്മുടെ മൊബൈൽ ഫോൺ, എല്ലാം മാറ്റർ ആണ്. അതായത് എല്ലാത്തിന്റെയും അടിസ്ഥാനം ഈ മാറ്റർ ആണ്. ഇനി മാറ്ററിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ആറ്റം എന്ന് പറഞ്ഞാൽ. ആറ്റം
എല്ലാ മാറ്ററും നിർമ്മിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കണിക എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. ഓക്കെ, സോ ഈ മാറ്ററിലാണ് എന്തുള്ളത്? ഞാൻ പറഞ്ഞു മാറ്ററിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ആറ്റമാണ്. അതിലുണ്ടായിരിക്കുന്ന അത് ക്യാരി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇലക്ട്രോൺസും പ്രോട്ടോൺസും അല്ലെ? നിങ്ങൾ +2 ലെവലിലൊക്കെ നമ്മളൊരു ആറ്റത്തിന്റെ മോഡലൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇതെന്താണ്? ന്യൂക്ലിയസ്. ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ്? ഇതിന് ചുറ്റും ഇലക്ട്രോൺസുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യും. സോ ഇലക്ട്രോൺസിന് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ചാർജ് എന്താണ്? ഇലക്ട്രിസിറ്റിക്ക് കാരണമായിട്ടുള്ള ഒരു മാറ്ററിന്റെ പ്രോപ്പർട്ടി, ബേസിക് പ്രോപ്പർട്ടി ആണ് ചാർജ്, ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിസിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഇലക്ട്രിസിറ്റി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു മാറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ്. അഥവാ എന്താ പറയാ, ക്യൂ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ ഇത് മെൻഷൻ ചെയ്യുന്നത്. ഇനി യൂണിറ്റ്, ചാർജിന്റെ യൂണിറ്റും കൂടി ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളം ആണ്. കൂളം, COULOMB, കൂളം. സി എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ചീർപ്പില്ലേ, നമ്മളെ ചീർപ്പ് ഹെയറും, ഡ്രൈ ഹെയർ, ഉണങ്ങിയ ഹെയറുമായിട്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ ചീകും അല്ലെ? മുടി ചീകുന്ന സമയത്ത് ആ ചീർപ്പില് ഒരു ഇലക്ട്രിക്കൽ എനർജി ചാർജ് ക്രിയേറ്റ് ആവും. ആ ചാർജ് നമ്മൾ വെച്ചിട്ട് നമ്മളൊരു പേപ്പറിന്റെ കഷ്ണങ്ങൾ, ചെറിയ പേപ്പറിന്റെ കഷ്ണങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മേശപ്പുറത്ത് കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഈ നമ്മുടെ ഈ ചീർപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചീർപ്പിലോട്ട് ഈ പേപ്പർ കഷ്ണങ്ങൾ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം അത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിസിറ്റി. ഒരു മാറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടി എന്തിന്? ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബേസിക് പ്രോപ്പർട്ടി, അതാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം പ്രധാനമായിട്ടും നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ട്. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ്, പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസ് ആണെന്നും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് കറണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? എന്താണ് ഇലക്ട്രിക് കറണ്ട്? സോ ഇലക്ട്രിക് കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന എന്താണ് ചാർജിന്റെ, ഇതിലൂടെ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ചാർജ് ഒഴുകുന്നുണ്ടാവും അല്ലെ? ആ ചാർജ് ഒരു നിശ്ചിത സമയത്തായിരിക്കും ഒഴുകുക. അപ്പം അതാണ് എന്ത് പറഞ്ഞാല് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്, അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. അതിന് നമുക്ക് എങ്ങനെയും മനസ്സിലാക്കാം? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് കറണ്ട് സാധ്യമാക്കുന്നത്. സോ അതിന് നമുക്ക് ഇങ്ങനെയും പറയാം, കറണ്ട് മീൻസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ. അതിന്റെ ഇക്വേഷൻ ആണ് I is equal to Q/T. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. കൂളംബ് ആണ് ഇതിന്റെ യൂണിറ്റ്. അതുപോലെ T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഇത്ര സമയത്ത് ഒരു പർട്ടിക്കുലർ ചാർജ് ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്നത് കറണ്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ആംപിയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് പറയുക ആംപിയർ. മറന്നു പോകരുത്, ആംപിയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ നേരത്തെ വാട്ടർ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് അല്ലെ? സോ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നു. ഇവിടെ നമുക്ക് വയറിലൂടെ എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഇലക്ട്രിക് കറണ്ട് എന്താന്നുള്ളത്. അടുത്താണ് EMF. EMF എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് അതിന്റെ ഫുൾ ഫോം. സോ ഇവിടെ പറയുന്നത് EMF എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ എ സോഴ്സ് ടു ഈച്ച് കൂളംബ് ഓഫ് ചാർജ്. സോ നമ്മൾ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കാം. ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ഇവിടെ. അപ്പം ഇതൊരു ബാറ്ററി ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ആണ്. അതിനെ നമുക്ക് എന്ന് വിളിക്കാം, EMF. സോ ഇവിടെ പറയുന്നത് ഒരു സോഴ്സ് വഴി നമുക്ക് സപ്ലൈ ചെയ്യുന്ന എനർജി, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? EMF എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് വഴി, ഇതാണ് ഒരു സോഴ്സ്, ഇലക്ട്രിക്കൽ സോഴ്സ്, അതുവഴി നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന എനർജിയാണ് എന്ത് പറഞ്ഞാല് EMF എന്ന് പറഞ്ഞാല്. സോ അത് ഓരോ ചാർജും എന്ത് ചെയ്യാണ്? ഈ കണ്ടക്ടറിലൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഓരോ കൂളം ചാർജിനെ കടത്തിവിടാനായിട്ടുള്ള എനർജി ആര് സപ്ലൈ ചെയ്യുന്നു? ഈ വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സോഴ്സ് സപ്ലൈ ചെയ്യുന്നു.
ക്ലിയർ ആണല്ലോ? ഈ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ബൾബിലേക്ക് ആവശ്യത്തിനുള്ള കറണ്ട് എത്തുന്നത്, അങ്ങനെ അത് പ്രകാശിക്കുന്നത്. സോ ഇതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ EMF is the pushing force that starts the current. ഇവിടുന്ന് ഒരു പുഷിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഈ കണ്ടക്ടറിലൂടെ എന്ത് സംഭവിക്കുക, ഇതിലൂടെ ഇത് ഒഴുകുക അല്ലെ, നമ്മുടെ കറണ്ട് ഒഴുകുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ കറണ്ട് ഒഴുകും. ഓക്കെ, സോ EMF എന്താണ്? EMF is the total electrical energy supplied by a source. ഒരു സോഴ്സിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഈച്ച് കൂളംബ് ഓഫ് ചാർജ്. ഓരോ കൂളം ചാർജിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഇതിലൂടെ ട്രാവൽ ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പുഷിംഗ് ഫോഴ്സ് ആയിട്ടാണ് ഇവിടെ എന്ത്, നമ്മുടെ EMF എന്ന് പറഞ്ഞ സംഗതി ആക്ട് ചെയ്യുന്നത്. EMF നമ്മൾ E എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഇതിനെ മെൻഷൻ ചെയ്യുക. യൂണിറ്റ് എന്ത് തന്നെയാണ്? വോൾട്ടേജിന്റെ യൂണിറ്റ് തന്നെയാണ്, യൂണിറ്റ് വോൾട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പം ഇവിടെ ഒരു പറഞ്ഞ പോലെ ഒരു ബാറ്ററി ഉണ്ട് അല്ലെ, ആ ബാറ്ററി ഇലക്ട്രോൺസിനെ ഈ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു, തള്ളി വിടുകയാണ് ചെയ്യുന്നത് അല്ലെ, പുഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു 12 വോൾട്ട്, ഇതൊരു 12 വോൾട്ട് ബാറ്ററിയാണ്. 12 വോൾട്ട് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നത് എത്രയായിരിക്കും? ഓരോ കുളം ചാർജിനും 12 ജൂൾസ് എനർജി എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. 12 ജൂൾസ് എനർജി എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. സോ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പാരിസൺ പറഞ്ഞ പോലെ വാട്ടർ പമ്പ് എന്താണ്, ഇവിടെ ബാറ്ററി ആയിട്ടും ജനറേറ്റർ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. വാട്ടർ പമ്പ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ പ്രഷർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി പമ്പ്. നമ്മൾ ഇപ്പൊ പമ്പ് വഴി ടാങ്കിലേക്ക് വെള്ളം നിറച്ചാലേ അവിടെ എന്തുണ്ടാവുള്ളൂ, പ്രഷർ ഉണ്ടാവുള്ളൂ അല്ലെ. പമ്പ് വഴി നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇവിടെ ഈ പ്രഷർ, ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യുള്ളൂ. ഈ പ്രഷറിനെ നമ്മൾ വോൾട്ടേജ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇതിലേക്ക് പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? പമ്പാണ്. അത് പമ്പ് അഥവാ ബാറ്ററിയാണ്, നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ബാറ്ററിയാണ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് EMF, എന്താണ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ വോൾട്ടേജ് എന്താണ് വോൾട്ടേജ്? അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കും അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. വോൾട്ടേജ് വേറെ ഒന്നുമല്ല, വോൾട്ടേജ് ഈസ് ദി ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ് വോൾട്ടേജ് സോഴ്സിനുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്താൽ ഇവിടെ എന്തുണ്ട്, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പം ഇവിടെ ഈ ഇതിലൂടെ ട്രാവൽ ചെയ്യുന്ന കറണ്ട് ഇവിടെ എത്തുമ്പം ഈ കയറുന്നിടത്ത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അപ്പൊ ഇവിടെ എന്താണ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ, ഒരു ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. സോ ഇവിടെ ഹയർ പൊട്ടൻഷ്യലും ഇവിടെ ലോവർ പൊട്ടൻഷ്യലും ആയിരിക്കും. സോ അതാണ് പറയുന്നത് ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇത് 2 പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 പോയിന്റ്, ആ പോയിന്റ് ഇടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ദാറ്റ് മൂവ്സ് കറണ്ട് ത്രൂ സർക്യൂട്ട്. നമ്മൾ ജനറേറ്റ് ഇവിടെ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ബാറ്ററി വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സോഴ്സ് ജനറേറ്റ് ചെയ്തു അല്ലെ, ഇലക്ട്രിക്കൽ സപ്ലൈ ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഡ്രോപ്പും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കുന്നത് സഹായിക്കുന്നത് വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ സിമ്പിൾ V എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. V, ക്യാപിറ്റൽ ലെറ്റർ V. അതിന്റെ യൂണിറ്റ് എന്താണ്, വോൾട്ട് ആണ്. യൂണിറ്റ് വോൾട്ട് ആണ്. ഓക്കെ, ഇനി വോൾട്ടേജ് കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷനും കൂടി പഠിക്കാം. വോൾട്ടേജ് കാണാനായിട്ട് നമ്മൾ ഓംസ് ലോ വഴി വേറൊരു ഇക്വേഷൻ പഠിക്കും. ഇത് അല്ലാതെ V is equal to വർക്ക് ഡൺ ബൈ ചാർജ്, W/Q. വർക്ക് ഡണിന്റെ കേസിൽ നമ്മൾ പറയാണ്. ഇവിടെ W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, അതായത് ജൂൾ ആണ് ഇതിന്റെ യൂണിറ്റ്, വർക്ക് ഡണിന്റെ യൂണിറ്റ് ജൂൾ. അതുപോലെ Q എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് കൂളം. ഓക്കെ, V is equal to W/Q. സോ എന്താണ് പറയുന്നത്, നമ്മളിപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 12 ജൂൾസ് ഓഫ് എനർജി ഒരു കൂളം ചാർജിന് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 12 ജൂൾസ് ഓഫ് എനർജി എന്തിനു വേണ്ടിയിട്ട്, ഒരു കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ, നമ്മളൊരു സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് എത്രയായിരിക്കും,
വോൾട്ടേജ് എത്രയായിരിക്കും? 12 വോൾട്ട് ആയിരിക്കും. അതായത് ഇത്രയും എനർജി നമ്മൾ ഒരു കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇടാം. V is equal to W. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലെ? ചാർജ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 12 വോൾട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ പൈപ്പിന്റെ കേസിൽ നമുക്ക് എടുത്താൽ മതി. ഒരു പൈപ്പിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിലൂടെ ഫ്ലോ ഉണ്ടാവുന്നില്ല. നമ്മൾ ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് കൊടുക്കും. അതായത് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കും അല്ലെ? നമ്മൾ സാധാരണ എന്ത് ചെയ്യും? അതിനൊന്ന് ചെറുതായിട്ട് ചിരിക്കുമ്പോൾ ഇവിടെ കുറച്ച് പ്രഷർ കൂടും, ഇവിടെ പ്രഷർ കുറയും. സോ പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? വാട്ടർ ഫ്ലോ ചെയ്ത് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യും. അതാണ് പ്രഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇനി പ്രധാനമായിട്ടും EMF-ഉം വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. എന്താണ് EMF-ഉം വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ്? ഇവിടെ നമുക്കറിയാം EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സോഴ്സ് വഴിയാണ്. ബാറ്ററിയോ അല്ലെങ്കിൽ ജനറേറ്ററോ വഴിയാണ് നമ്മൾ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ വോൾട്ടേജ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആ സർക്യൂട്ടിലെ ഓരോ കമ്പോണന്റും അക്രോസ് നമുക്ക് വോൾട്ടേജ് കിട്ടും അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ റെസിസ്റ്ററിന്റെ കേസ് പറഞ്ഞ പോലെ ഇവിടെയൂടെ ഒഴുകുന്ന കറണ്ടും ഇതിന്റെ റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് IR, V is equal to IR വെച്ച് നമുക്ക് ഇതിന്റെ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓരോ കമ്പോണൻസിനും അക്രോസ് ആണ് നമുക്ക് വോൾട്ടേജ് കണക്കാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലോഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഈ EMF അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് നോക്കൂ, ഇവിടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. സോ ഈ സ്വിച്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ലൈറ്റ് കത്തില്ല, നോ ലൈറ്റ്. പക്ഷെ അതിനർത്ഥം ഇവിടെ ബാറ്ററി ഓഫ് ആയി എന്നാണോ? അല്ല, ബാറ്ററി അവിടെ ഓൾറെഡി ഉണ്ട്. ബാറ്ററിയിൽ ചാർജ് അവിടെ ഉണ്ട് അല്ലെ? ബാറ്ററി അവിടെ ആക്റ്റീവ് ആണ്. സോ ലോഡ് നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിൽ കൂടി അവിടെ എന്താണ്? EMF ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? ഇതൊരു കാരണമാണ്. എന്തിനുള്ള? നമ്മുടെ ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ സർക്യൂട്ടിലേക്ക് ഒഴുകാനുള്ള കാരണമാണ് എന്ത്? EMF. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് ഒഴുകുന്നത് മൂലം ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് എന്ത്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് ബിഫോർ കണക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ബാറ്ററി വോൾട്ടേജ് എന്തായിരിക്കും? കണക്ഷന് മുമ്പാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത് എവിടെയാ? ഇപ്പം ബൾബിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബൾബിന് അക്രോസ് നമ്മളൊരു വോൾട്ട്മീറ്റർ വെച്ച് നമുക്ക് എന്ത് കിട്ടും? ബൾബിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടും. അതാണ് പറയുന്നത്. EMF എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണക്ഷന് മുമ്പായിട്ട് നമുക്ക് ബാറ്ററിയിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം കറണ്ട് ഒഴുകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വോൾട്ടേജ് നമുക്ക് കിട്ടുള്ളൂ. വോൾട്ടേജ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം അവിടെ ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, അപ്പം EMF എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സപ്ലൈഡ്. അതുപോലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക, വോൾട്ടേജ് യൂസ്ഡ്. നമ്മൾ EMF എന്ന് പറഞ്ഞാൽ എത്രത്തോളം വോൾട്ടേജ് സപ്ലൈ ചെയ്തു എന്നുള്ളതും, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വോൾട്ടേജ് യൂസ് ചെയ്തു എന്നുള്ളതും. ഓക്കെ, അടുത്തതാണ് റെസിസ്റ്റൻസ്. നമ്മൾ പൈപ്പിന്റെ കേസ് പറഞ്ഞപ്പം ഒരു പൈപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മടക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഇത്രയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇവിടെ എന്താവും? നാരോ ആവും അല്ലെ? സോ ഇതാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇലക്ട്രിക്കലിന്റെ കേസിൽ പറയുമ്പോൾ റെസിസ്റ്റൻസ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടർ ദാറ്റ് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട്. അപ്പം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പം നമ്മൾ റെസിസ്റ്റൻസിനെ കണക്കാക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ ഇവിടെ 6 റെസിസ്റ്റർ ഉണ്ട്. സോ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ്? ഇവിടെ അതിന് ഒപ്പോസിങ് കൊടുക്കുന്ന ആരാണ്? ഈ റെസിസ്റ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. സോ എന്ത് സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് സ്ലോസ് ഡൗൺ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ സ്ലോ ആക്കുന്നു. ആര്? റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ കുറയ്ക്കുന്നു, അതിന്റെ സ്പീഡിനെ കുറയ്ക്കുന്നു. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഓം. അഥവാ ഇങ്ങനെ ഒരു സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഓം. ഇനി നമുക്ക് ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. R is equal to V by I എന്നാണ് ഇക്വേഷൻ. നമ്മൾ ഓംസ് ലോ പറയുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. R is equal to V by I. വോൾട്ടേജ് കൊടുത്തത് ബൈ കറണ്ട്, അതിലൂടെ ഒഴുകുന്ന കറണ്ട്. അത് ചെയ്താൽ നമുക്ക് എത്ര റെസിസ്റ്റൻസ് ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഇപ്പം ഇവിടെ എന്താണ് ഇത്രയും ഈ ഒരു പൈപ്പ് ഇവിടെ ചെറുതായി അല്ലേ, അത് നാരോ ആയപ്പോൾ എന്ത് സംഭവിച്ചു, റെസിസ്റ്റൻസ് കൂടി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഈ ഒരു ഇത്രയും സൈസുള്ള ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോപ്പർ വയർ നമ്മൾ എടുക്കുകയാണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും അതുപോലെ അതിനെക്കാട്ടിയും ചെറിയ നാരോ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇതിലൂടെ കറണ്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും, ഇതിലൂടെ കറണ്ട് കുറവായിരിക്കും. കാരണം ഇവിടെ റെസിസ്റ്റൻസ് എന്താണ്, കൂടുതലാണ്. ഇത് നാരോ ആയില്ലേ, ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഏതൊക്കെ ഫാക്ടറുകളാണ് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് പറഞ്ഞ പോലെ വയറിന്റെ നീളം, ലോങ് വയർ ആണെങ്കിലും റെസിസ്റ്റൻസ് എന്താണ് ഇൻക്രീസ് ആവും. തിന്നർ വയർ, ഇതിന്റെ ഡയമീറ്റർ, ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെറുതാവുമ്പോൾ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. റെസിസ്റ്റിവിറ്റി ഹയർ ആണെങ്കിലും ഈ മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ റെസിസ്റ്റിവിറ്റി ഹയർ ആണെങ്കിലും എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസിനെ കുറയ്ക്കാനായിട്ട് വയറിന്റെ ലെങ്ത് കുറയ്ക്കാം. അതുപോലെ വയർ തിക്കായിട്ട് ഇത്രയും തിന്നായെന്ന് പറയാൻ കുറച്ച് തിക്കായിട്ടുള്ള വയർ ഉപയോഗിച്ചാൽ റെസിസ്റ്റൻസ് കുറയ്ക്കാം. അതുപോലെ ഷോർട്ട് വയർ, അധികം നീളമില്ലാത്ത വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ലെറ്റർ ജി ആണ്, ക്യാപിറ്റൽ. കണ്ടക്ടൻസ് ഈസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അലോ കറണ്ട് ടു ഫ്ലോ. അതായത് ഒരു കണ്ടക്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റി, ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയും, ഈ പറഞ്ഞ പോലെ കണ്ടക്ടൻസ് എന്ന് പറയും. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി, കഴിവ്. എന്തിനുള്ളത്, ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് കടന്നു പോകാനുള്ള ആ മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയാം. സോ എന്താണ്, ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ സ്വാഭാവികമായിട്ടും ജി എന്ന് പറഞ്ഞാൽ 1/R ആണ്. എന്ന് വെച്ചാൽ കണ്ടക്ടൻസ് കൂടുക അർത്ഥം, റെസിസ്റ്റൻസ് കുറയും. ഇനി നേരെ മറിച്ച് കണ്ടക്ടൻസ് കുറയുന്ന എപ്പോഴായിരിക്കും, റെസിസ്റ്റൻസ് കൂടുമ്പോഴായിരിക്കും. ആ കാര്യം ഓർത്തിരുന്നാൽ മതി. ജി = 1/R. ഇതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സീമെൻസ്. എസ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുക, സീമെൻസ്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സീമെൻസ്. അതായത് ഇത് റെസിസ്റ്റൻസിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ പറയുന്ന സമയത്ത് കോപ്പർ ഒരു നല്ല കണ്ടക്ടർ ആണല്ലേ. അപ്പൊ കോപ്പറിന് കണ്ടക്ടൻസ് എങ്ങനെയായിരിക്കും, കണ്ടക്ടൻസ് ഹയർ ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു മെറ്റീരിയൽ എടുക്കുകയാണ്, റബ്ബർ എന്താണ്, അതൊരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ അവിടെ എന്താണ്, കണ്ടക്ടൻസ് ലോ ആയിരിക്കും, അല്ലെങ്കിൽ = 0 ആയിരിക്കും അല്ലെ. റബ്ബറിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യോ, ഇല്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല അല്ലെ. കോപ്പറിലൂടെ നമുക്ക് അറിയാം, നമ്മൾ ധാരാളമായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വയറിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആ ഒരു കണ്ടക്ടർ ഏതാണ്, കോപ്പർ ആണ്. സോ നല്ലൊരു കണ്ടക്ടൻസ് ഉള്ള മെറ്റീരിയൽ ആണ് കോപ്പർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ഇലക്ട്രിക്കൽ പവർ. എന്താണ് ഇലക്ട്രിക്കൽ പവർ? സോ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പവർ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. ഇപ്പൊ നമ്മൾ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്തു. ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഓക്കെ, ഇവിടെ പ്ലസും മൈനസും, ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, ഇത് ലാമ്പാണ്. നമ്മൾ ഈ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തിട്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും, ഇവിടെ ലൈറ്റ് കത്തും അല്ലെ. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹീറ്റും, നമ്മുടെ സാധാരണ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഹീറ്റ് പ്ലസ് ലൈറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ആവുന്നത്, ലൈറ്റ് എനർജി. ഹീറ്റ് നമുക്ക് അങ്ങനെ അവിടെ നമുക്ക് അങ്ങനെ പറയില്ല, പക്ഷെ ലൈറ്റ് കിട്ടുന്നില്ലേ നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പിൽ. സ്വാഭാവികമായിട്ട് എന്താ ഇവിടെ പറയുന്നത്, പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റുള്ള ഫോമിലേക്ക്, എനർജീന്റെ മറ്റു ഫോമിലേക്ക് മാറ്റുന്നതിന്റെ റേറ്റിനെയാണ് പറയുന്നത്. എത്രത്തോളമാണ് മാറ്റുന്നത് അനുസരിച്ച്. ഇപ്പം ലാമ്പ് നമ്മൾ കൊടുക്കുന്ന എത്ര വോൾട്ടേജ് ആണോ അതിലൂടെ ഒഴുകുന്ന കറണ്ട് അനുസരിച്ച് ലാമ്പിന് എന്ത് സംഭവിക്കും, നല്ല വെളിച്ചം കിട്ടോ കുറയോ. അപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനും കറണ്ടിന്റെയും ആനുപാതികമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ ലാമ്പിൽ വെളിച്ചത്തിന്റെ അളവ്. അപ്പം കൊടുക്കുന്ന വോൾട്ടേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിന് കൂടുതൽ തെളിച്ചം ഉണ്ടായിരിക്കും. പിന്നെന്താണ്, കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, തെളിച്ചം കുറച്ച് കുറയും. സോ
നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജീനെ എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്തിട്ട് എത്ര റേറ്റിലാണ് ഇത് മറ്റുള്ള ഫോമിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ പവർ പറയുന്നത്, ഇലക്ട്രിക് പവർ പറയുന്നത്. ഓക്കെ, അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. വാട്ടിലാണ് നമ്മൾ പറയാ, അല്ലെങ്കിൽ ഡബ്ല്യു ആയിട്ട് നമ്മൾ പറയും. ഇനി ഇക്വേഷൻ പറയുമ്പോൾ പി is equal to വി ഇൻറ്റു ഐ ആണ്. പി is equal to വി ഇൻറ്റു ഐ ആണ്. ഓംസ് ലോ പ്രകാരം നമ്മൾ ഇതിനെ രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. പി is equal to ഐ സ്ക്വയർ ആർ എന്നും അതുപോലെ തന്നെ പി is equal to വി സ്ക്വയർ ബൈ ആർ എന്നും. ഇത് മൂന്നും എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഓംസ് ലോ പറയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, പി is equal to വി ഇൻറ്റു ഐ, പി is equal to ഐ സ്ക്വയർ ആർ, പി is equal to വി സ്ക്വയർ ബൈ ആർ. ക്ലിയർ ആണല്ലോ? അത് നോക്കി ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ എക്സാമ്പിളുകൾ പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബിന്റെ നമ്മൾ അതിന്റെ റേറ്റിംഗ് പറയാൻ എങ്ങനെയാ, 9 വാട്ട് എന്നല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ പവർ. അത്രയും എനർജി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻ, നമ്മളിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ, റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ഫാനിന്റെ വാട്ടേജ് ഒരു 60 വാട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, 60 വാട്ട് അവിടെ എന്ത് ചെയ്തു, ആ എനർജി യൂസ് ചെയ്തു. അത്രത്തോളം പവർ അവിടെ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സിന്റെ കേസിൽ അതൊരു 1000 വാട്ട്സ് ആണ്. സോ 1000 വാട്ട്സ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ഇത്രയും വാട്ട്സ് ആക്കി അവിടെ എന്ത് ചെയ്തു, ഉപയോഗിച്ചു, കൺവേർട്ട് ചെയ്തു. അപ്പം അയൺ ബോക്സിന്റെ കേസിൽ നമുക്കറിയാം അവിടെ ഹീറ്റ് എനർജിയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഫാനിന്റെ കേസിൽ നമുക്ക് അവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ആവുന്നത് അല്ലെ. അതുപോലെ തന്നെ LED എന്താണ്, ലൈറ്റ് എനർജിയാണ്. അങ്ങനെ പല ഫോമിലായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി. അതിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എനർജി എന്താണ്? പവർ പറഞ്ഞു. ഇനി ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഇ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ ആയിട്ട് പറയുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ഈസ് ദി ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ഓവർ ടൈം. ഒരു നിശ്ചിത സമയത്തേക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സർക്യൂട്ടിൽ ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ആണ്. ഇപ്പം 10 മണിക്കൂർ നേരത്തേക്ക് ഒരു എ സി വർക്ക് ചെയ്തു. എസിന്റെ വാട്ടേജ് നമുക്ക് 1.5 ടൺ കൊടുക്കാം. അപ്പം 1.5 ടണ്ണ് വാട്ടേജ് ഉള്ള എ സി എന്ത് ചെയ്തു, 10 മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, എനർജിന്റെ ഇക്വേഷൻ എന്ന ഇ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി ആണ്. നമ്മൾ ഉപയോഗിച്ച എത്ര പവർ ഉപയോഗിച്ചു, എത്രയാണ് പവർ ആ ഉപയോഗിച്ച വസ്തുവിന്റെ, ഇപ്പൊ എസിന്റെ പവർ എത്രയാണ് ഇൻറ്റു അത് ഉപയോഗിച്ച സമയം, അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും, എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനർജി ടെൽസ് ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഈസ് കൺസ്യൂംഡ്. നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി എത്രത്തോളം അവിടെ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എനർജി, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് പറയുന്നത് ജൂളിലാണ് നമ്മൾ പറയുക. ജെ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ്, വാണിജ്യപരമായിട്ടുള്ള യൂണിറ്റ് എന്താണ്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചോളൂ. കിലോ വാട്ട് അവർ, അതായത് KWH, കിലോ വാട്ട് അവർ. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1000 വാട്ട്സ് ഉള്ള ഒരു ഹീറ്റർ വർക്ക് ചെയ്യാണ്. എത്ര മണിക്കൂർ? ഹീറ്റർ 1 അവർ വർക്ക് ചെയ്യാണ്. 1 അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര എനർജി യൂസ് ചെയ്തു? 1 കിലോ വാട്ട് അവർ എനർജി അവിടെ യൂസ് ചെയ്തു. അതായത് 1000 വാട്ട്സിന്റെ ഹീറ്റർ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഉപയോഗിച്ച എനർജി എത്രയാ? 1 കിലോ വാട്ട് അവർ ആണ് അവിടെ ഉപയോഗിച്ച എനർജി എന്ന് മനസ്സിലാക്കാം. സോ 1 കിലോ വാട്ട് അവറിനെ നമ്മൾ 1 യൂണിറ്റ് എന്ന് പറയും. 1 യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയും. 1 കിലോ വാട്ട് അവറിനെ 1 യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് വർക്ക് ഡൺ എന്താണ്? നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ എന്താണ്. ശരിക്കും വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫേർഡ് വെൻ ചാർജ് മൂവ്സ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മളൊരു കണ്ടക്ടറിലൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത സമയത്ത് ഇതിലൂടെ എത്രത്തോളം എനർജി പാസ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം എനർജി ട്രാൻസ്ഫർ ആയി എന്ന
ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർക്ക് ഡൺ നമുക്ക് അവിടെ എത്രത്തോളം നടന്നു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫേർഡ് വെൻ ചാർജ് മൂവ്സ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നമ്മൾ കൊടുത്തൊരു വോൾട്ടേജ് കൊടുത്തു അല്ലെ, അപ്പൊ അതിലൂടെ എത്രത്തോളം ചാർജ് ഇതിലൂടെ കടന്നു പോയി, അവിടെ എത്രത്തോളം വർക്ക് നടന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് ഡൺ പറയുന്നത്, ഡബ്ല്യു. സോ ഡബ്ല്യു കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വി ഇൻറ്റു ക്യൂ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ വി ഈസിക്കൽ ടു ക്യൂ ബൈ വി ഈസിക്കൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇതിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, വർക്ക് ഡണ്ടെ ഇക്വേഷൻ ഡെറിവ് ചെയ്തെടുത്തത്. ഡബ്ല്യു ഈസിക്കൽ ടു വി ഇൻറ്റു ക്യൂ. ഇതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ തന്നെയാണ് ഇതിന്റെ യൂണിറ്റ്, ജൂള്. ജെ എന്ന് പറഞ്ഞ ലെറ്ററിൽ ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു ബാറ്ററിന്റെ ഒരു സർക്യൂട്ട്, ഒരു ബാറ്ററിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സർക്യൂട്ട്, ഒരു ബാറ്ററി, റെസിസ്റ്റർ, ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാറ്ററി. സോ ഒരു ബാറ്ററി ഇലക്ട്രിക്കൽ ചാർജിനെ ഈ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇത് എത്രത്തോളം മൂവ് ചെയ്യിക്കുന്നു, എത്രത്തോളം ട്രാൻസ്ഫർ ആക്കി എന്നതിന്റെ രീതിയിലാണ് നമ്മൾ വർക്ക് ഡൺ പറയുക. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഡബ്ല്യു ഇസിക്കൽ ടു നമ്മൾ കൊടുത്ത വോൾട്ടേജ് ഇൻറ്റു അവിടെ എത്രത്തോളം ചാർജ് അവിടെ ട്രാൻസ്ഫർ ആയി എന്നുള്ളത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ കിട്ടും. അതിന്റെ യൂണിറ്റ് എന്ത് ചെയ്യാം, ജൂൾ എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ബാറ്ററി, അതുപോലെ ഒരു റെസിസ്റ്റൻസ്, ഒരു ബൾബ്, ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട് അല്ലെ. ഇതിലൂടെ കറണ്ട് ഒഴുകും അല്ലെ, കാരണം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ, ലാമ്പുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തന്നെയാണ്, ക്ലോസ്ഡ് കണ്ടക്ടിങ് പാത്ത് ത്രൂ വിച്ച് കറണ്ട് ഫ്ലോസ്. കറണ്ട് കടന്നു പോകുന്ന ഒരു ക്ലോസ്ഡ് കണ്ടക്ടിങ് പാത്തിനെ നമ്മൾ എന്ത് പറയും, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും. ഇനി നേരെ മറിച്ച് ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ ബൾബ് ഉണ്ട്, പ്ലസ് മൈനസ് വോൾട്ടേജ്, ഇവിടെ ആർ ഉണ്ട്, ലാമ്പ് എല്ലാം ഉണ്ട്. ഈ സ്വിച്ച് ഇവിടെ ഓപ്പൺ ആണ്, ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യോ ഇല്ലയോ? കറണ്ട് പാസ് ചെയ്യോ? ഇല്ല. കാരണം എന്താ, ഇവിടെ കണക്ഷൻ ഇല്ല അല്ലെ, ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, ഈ സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനെന്ത് പറയും, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ഇല്ല. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇനി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാലോ, നമുക്ക് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ കറണ്ട് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് ഈ സ്വിച്ച് നമ്മൾ ഇട്ടു, സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിലൂടെ കറണ്ട് പാസ്സായി അല്ലേ. ഇനി നോക്കൂ, ഈ റെസിസ്റ്ററിലൂടെയും ലാമ്പിലൂടെയും കടന്നു പോകുമ്പോഴേ നമുക്ക് വേണ്ട ലൈറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഈ രണ്ട് എൻഡ് തമ്മിൽ കൂട്ടിമുട്ടി. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ, കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഏറ്റവും സിംപിളസ്റ്റ്, ഈസി ആയിട്ട് പാത്തിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഏറ്റവും വളരെ ഹൈ കറണ്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിലൂടെ പോയി ഓരോ എലമെന്റിലൂടെയും പോയി വരേണ്ട കറണ്ട് പക്ഷെ ഒറ്റയടിക്ക് ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യും, ഇതിലൂടെ പോകും. സ്വാഭാവികമായിട്ട് നമ്മുടെ വോൾട്ടേജ് സോഴ്സിന് അത് കംപ്ലൈന്റ് വരുത്തും. ഓക്കെ, അപ്പം ഇതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട്, 3 തരം സർക്യൂട്ടുകൾ ഉണ്ട് ഇലക്ട്രിക് സർക്യൂട്ട്. ഓർത്തിരിക്കുക കേട്ടോ, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, സ്വിച്ച് ഓഫ് ആണെന്നെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി കണ്ടക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ, എളുപ്പമല്ലേ. എന്താണ് കണ്ടക്ടർ? മെറ്റീരിയൽ ദാറ്റ് അലോസ് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ഈസിലി. ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലൂടെ ഈസി ആയിട്ട് കറണ്ടിന് കടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, കണ്ടക്ടർ. ഇതൊരു വയറാണെങ്കിൽ ആ വയറിലൂടെ നമ്മൾ കറണ്ട് കടന്നു പോകും, അപ്പൊ അതിനെ നമുക്ക് കണ്ടക്ടർ എന്ന് വിളിക്കാം. കണ്ടക്ടറിൽ പല ടൈപ്പ് ഉണ്ട്, കോപ്പർ, അതുപോലെ അലുമിനിയം, പിന്നെ സിൽവർ, ഇതൊക്കെ കണ്ടക്ടറുകളാണ്. ഇതിലൂടെ ഒക്കെ എന്തുണ്ട്, കറണ്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇൻസുലേറ്റർ? സ്വാഭാവികമായിട്ടും കണ്ടക്ടറിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. മെറ്റീരിയൽ ദാറ്റ് ഡസ് നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ഈസിലി. അപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ, പ്ലാസ്റ്റിക്, അതുപോലെ ഗ്ലാസ്, പിന്നെ വുഡ് അല്ലെ, ഉണങ്ങിയ വുഡ്, ഡ്രൈ വുഡ്, ഇതിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. സോ സ്വാഭാവികമായിട്ട് ഇതിനെ പറയുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉണ്ടാക്കാൻ അല്ലെ,
ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്നവരൊക്കെ കയ്യിൽ കയ്യുറ ധരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസുകളെ കൊണ്ടൊക്കെയാണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷോക്ക് അടിക്കില്ല, കാരണം അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ലല്ലോ. സോ ഷോക്ക് അടിക്കാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇത്തരം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സെമി കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത വേറൊന്നുമല്ല, നമ്മളെ മെറ്റീരിയൽസിന് കണ്ടക്ടിവിറ്റി കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയിലാണെങ്കിൽ, കണ്ടക്ടറിന് നമ്മൾ പറഞ്ഞ ഒരു പർട്ടിക്കുലർ എന്താണ്, നല്ല കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ ഹൈ ആയിട്ട് കടത്തിവിടും അല്ലെ, കടത്തിവിടും. ഇനി ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാലോ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ തീരെ കടത്തിവിടില്ല. ആരെ? കറണ്ടിനെ കടത്തിവിടില്ല. ഇനി അതിന്റെ നടുക്ക് വരുന്ന ഒരു സംഗതിയാണ് സെമി കണ്ടക്ടർ. എന്ന് വെച്ചാൽ ഇത് രണ്ടിനും ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഇതിന് കുറച്ച് കടത്തിവിടും. അപ്പം ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ സിലിക്കൺ, ജർമേനിയം, ഇതൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. സിലിക്കൺ, ജർമേനിയം ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഡയോഡ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽസിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ ഒരു റിവിഷൻ ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചാർജ്, കറണ്ട്, EMF, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കണ്ടക്ടർ, പവർ, എനർജി, വർക്ക്, പിന്നെ ഫ്രീക്വൻസി, പൊട്ടൻഷ്യലും. ഫ്രീക്വൻസി നമ്മൾ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. എസിനെ പറ്റി പറയുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞുതരാം. ഓരോന്നിന്റെ സിമ്പിള്, അതിന്റെ യൂണിറ്റ്, അതിന്റെ സിമ്പിൾ മീനിങ് എന്താന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നോട്ടിലേക്ക് കൃത്യമായിട്ട് ടേബിൾ ആക്കി വരച്ചു വെക്കുക. സോ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും മറന്നുപോകില്ല. മനസ്സിലായല്ലോ? നമ്മൾ എല്ലാ ഡെഫിനേഷൻ വായിക്കുന്നതിന് പകരം ഈ ഒറ്റ ടേബിൾ നമുക്ക് റെഫർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എല്ലാം കിട്ടും. അതിന്റെ യൂണിറ്റ്, സിമ്പിൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ DC സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കാം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.